സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ ഇപ്രകാരം മറുപടി പറഞ്ഞു: പിന്നിട്ട സമയത്തിൻ്റെ 1/7 അവശേഷിക്കുന്ന സമയവും തുല്യമാണ്. ഇപ്പോൾ സമയം എത്ര? നമുക്ക് സമയമാണ് അറിയാത്തത്. സമയം എക്സ് എന്നെടുക്കുക. എന്തായാലും പറഞ്ഞത് പിന്നിട്ട സമയത്തിൻ്റെ 1/7. ഇപ്പോൾ സമയം എക്സ് ആണെങ്കിൽ പിന്നിട്ട സമയം എക്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെ 10 മണിയായിരിക്കുക. എത്ര മണിക്കൂർ പിന്നിട്ടു? 10 മണിക്കൂർ പിന്നിട്ടു. ഉച്ചയ്ക്ക് 12 മണിയാണ്. ആ ദിവസം 12 മണിയാകുമ്പോൾ എത്ര മണിക്കൂർ പിന്നിട്ടു? 12 മണിക്കൂർ പിന്നിട്ടു. അപ്പോൾ അവിടെ സമയം എക്സ് ആണെങ്കിൽ എത്ര സമയം പിന്നിട്ടു? എക്സ് മണിക്കൂർ പിന്നിട്ടു. അപ്പോൾ പിന്നിട്ട സമയത്തിൻ്റെ 1/7. അപ്പോൾ എക്സ് ഇൻറ്റു 1/7. അതും അവശേഷിക്കുന്ന സമയം. ഈ അവശേഷിക്കുന്ന സമയം കാണാൻ എന്താ ചെയ്യുക? തന്ന സമയം 24 കുറയ്ക്കുക. കാരണം ഒരു ദിവസം ആകെ 24 മണിക്കൂറാണ്. അപ്പോൾ തന്ന സമയം എക്സ് ആണല്ലോ. അവശേഷിക്കുന്ന സമയം എന്താ? 24x. 24 - x. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. ഏത്? പിന്നിട്ട സമയത്തിൻ്റെ 1/7, അതായത് എക്സിൻ്റെ 1/7. അവശേഷിക്കുന്ന സമയം 24 - x. അത് രണ്ടും തുല്യം. എക്സ് ഇൻറ്റു 1/7 x/7 ആണ്. -x എടുത്തു +x = 24. ഇതെങ്ങനെ കൂട്ടുക? എക്സ് അതുപോലെ ഇട്ടിട്ട് 7ഉം എക്സും ഗുണിക്കുക. 7x പൊതുവായ ഛേദം 7. എക്സ് അതുപോലെ ഇട്ടു. 7ഉം എക്സും ഗുണിച്ചു 7x കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 7 ഇട്ടു = 24. ഒരു എക്സും 7x കൂട്ടിയ 8x 7 അങ്ങോട്ട് എടുത്തു. 24 × 7. അപ്പോൾ എക്സ് എങ്ങനെ കാണുക? 24 × 7. ഈ ഇൻറ്റു 8 കൂടി വരുമ്പോൾ 8 ആവും. 8ഉം 24ഉം 8ഉം വരും 3 വരും. 8ഉം 24 പിടിച്ചുക 3. 3 × 7 21. അപ്പോൾ സമയം കിട്ടി 21. 21 എന്ന് പറയുമ്പോൾ നമുക്കത് റെയിൽവേ ടൈമായിട്ട് പരിഗണിക്കണം. റെയിൽവേ സമയമായിട്ട് 21 മണി പറഞ്ഞാൽ എത്രയാണ്? 12 കഴിഞ്ഞിട്ട് എത്ര നോക്കിയാൽ മതി? 12ഉം 9 21. 12 കഴിഞ്ഞിട്ട് 9 മണിക്കൂർ കഴിഞ്ഞു. അതായത് 21 മണി പറഞ്ഞാൽ രാത്രി 9 മണിയാണ്. 9 PM ഉത്തരം.